ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ഒരു ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ലിസ്റ്റുമായിട്ടാണ്. എന്ന് വെച്ച് പഴയ ലിസ്റ്റിലുള്ള പേരുകൾ ഇല്ലാന്നല്ല, പഴയ ലിസ്റ്റിലെ പേരുകൾ ഒഴിവാക്കി പുതിയ ലിസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമുക്ക് ലിസ്റ്റിലോട്ട് കിടക്കാം. ജാസ്മിൻ ജാഫർ ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ജാസ്മിൻ ജാഫർ ഉള്ളത് കൊണ്ട് തന്നെ അസ്ലാം അലിയെ കൊണ്ടുവരാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അവരൊരു ഇഷ്യൂസ് സ്റ്റിൽ ഗോയിങ് ഓൺ, മുഴുവനായിട്ട് സോൾവ് ആയിട്ടില്ല. സോ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേര് യങ് ആൻഡ് വൈബ്രന്റ് ആക്ട്രസ് ആയ ഗായത്രി സുരേഷ്. ഗായത്രി സുരേഷിനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. ഗായത്രി സുരേഷിന്റെ ഇന്റർവ്യൂസ് എല്ലാം വളരെ വൈറലാവാറുണ്ട്. ഇന്റർവ്യൂസ് കഴിഞ്ഞാൽ ഗായത്രി സുരേഷ് ഏറെ പോകാറുണ്ട്. സോ ഇന്റർവ്യൂസിൽ കൂടെ വളരെ ഫേമസ് ആയ ഗായത്രി സുരേഷാണ് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പേര്. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പേരാണ് അസ്ലാം മാർലി. അസ്ലാം മാർലിയുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ കേൾക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം കോൾ പോയിന്ന് കൺഫേം ആയ കണ്ടസ്റ്റന്റുമാണ്. പക്ഷെ ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത് അസ്ലാം മാർലി ഇപ്പോൾ കേരളത്തിലില്ല, ഹസ്ബൻഡിൻ്റെ കൂടെ ലണ്ടനിൽ സെറ്റിൽഡ് ആണ്. സോ അസ്ലാം മാർലി വരാൻ ചാൻസസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അസ്ലാം മാർലിയുടെ പേര് ഇതുവരെ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പക്ഷെ ഞാനിതാ ഇപ്പം അസ്ലാം മാർലിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പേര് അസ്ലാം മാർലി. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ടുള്ള പേരാണ് ആക്ടർ ബാല. ആക്ടർ ബാലയ്ക്ക് കോൾ പോയിട്ടുണ്ട്. പക്ഷേ ആ ഇൻവിറ്റേഷൻ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷേ ബാലയ്ക്ക് കോൾ പോയിട്ടുണ്ട്. ബാല വന്നാൽ കിടുവായിരിക്കും അല്ലേ? ബാല എല്ലാറ്റിനും വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. ചില സമയത്ത് ഓവർ ഇമോഷണലും ആണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ബാല ഉണ്ടാവോ ഇല്ലയോ എന്ന്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തുള്ള പേര് സിദ്ധാർത്ഥ് പ്രഭു. തട്ടിമുട്ടി ഫെയിം സിദ്ധാർത്ഥ് പ്രഭു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ള ആള് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്, ജോസഫ് അന്നംകുട്ടി ജോസ്. നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി ഒരു റൈറ്ററാണ്, പുള്ളി ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, RJ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് എന്തായാലും. സോ ജോസഫ് അന്നംകുട്ടി ജോസ് വന്നാൽ പൊളിക്കും. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പേരും കൂടെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാണ്ട്, ദയാ ഗായത്രി. ദയാ ഗായത്രിക്ക് കഴിഞ്ഞ തവണയും കോൾ പോയിരുന്നു. ദയാ ഗായത്രി വരാനുള്ള ചാൻസസും വളരെ വളരെ കൂടുതലാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എനിക്ക് കൺഫർമേഷൻ കിട്ടാത്തൊരു പേരാണ്. പക്ഷെ ഞാൻ കേട്ടോണ്ടേയിരിക്കുന്നു പല ചാനലുകളിലും വരാൻ ചാൻസസ് കൂടുതലാണ് എന്ന് നമ്മൾ സ്ഥിരമായി കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരാണ് കിന്നാരത്തുമ്പികൾ ഫെയിം ഷക്കീല. ഇത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം ഷക്കീല ഓൾറെഡി തെലുങ്ക് ബിഗ് ബോസിൽ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇനി അവർ തിരിച്ചു വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ ആ ഒരു പേരും കേൾക്കുന്നു. എനിക്ക് ഉറപ്പില്ല എന്തായാലും. ഈ പേരുകളാണ് എനിക്കിപ്പോൾ കിട്ടിയ അപ്ഡേറ്റഡ് ലിസ്റ്റിൽ. അടുത്ത ലിസ്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. പക്ഷേ ഈ ഓരോ കണ്ടസ്റ്റൻസും ഒന്നിനൊന്നും മെച്ചമല്ലേ, നല്ല ഇടിവെട്ട് കണ്ടസ്റ്റൻസ്. നമ്മൾ കണ്ടസ്റ്റൻസിനെ നോക്കുമ്പോൾ എപ്പോഴും എത്രത്തോളം ഫേമസ് ആണെന്നല്ല നോക്കേണ്ടത്, എത്രത്തോളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം കണ്ടന്റ് തരാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ആണെന്നാണ് നോക്കി സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്തവണ ബിഗ് ബോസ് നല്ല കിടുവായിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുമായിരിക്കും. ബൈ.